കഴിഞ്ഞ 40 വർഷമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായി നമ്മളുടെ ഫാമിലിയിൽ അംഗമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വീണ്ടും നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. അത്തരത്തിൽ നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഡോക്ടറാണ്. മാമിൻ്റെ മോള് നമ്മുടെ ഇവിടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിചാരിതമായിട്ടാണ് മാമിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് മാമിനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഡോക്ടർ രശ്മി മാമാണ്. മാം സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടി ബ്രില്യൻറ്റിലേക്ക് വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഇപ്പോൾ മോളെ ചേർക്കാനായിട്ട് എത്തിയതാണല്ലേ? അതെ അതെ, മോൾ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ് ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷനിൽ. അതെ, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാം ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കേരള ഗവൺമെൻറ് സർവീസിലാണ്. പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ. 97-98 വർഷം ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിനിയായിരുന്നു പാലാ ബ്രില്യൻറ്റിൽ. ഓക്കെ. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് തിരുവനന്തപുരത്ത് അസോസിയേറ്റ് പ്രൊഫസറാണ്. മകൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അമ്മയും അച്ഛനും ഉണ്ട് എൻ്റെ കൂടെ. ഹാപ്പി ആയിട്ട് പോകുന്നല്ലേ? അതെ. ഓക്കെ. അപ്പോൾ 97-ലായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ചതല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞതും ഇതിൻ്റെ ഒരു ഫാമിലിയിൽ അംഗമൊക്കെ ആയത്? അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ആരംഭദശയായിരുന്നിരിക്കണം. നേരത്തെ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റ്, എങ്കിലും ഒരു തിരുവനന്തപുരം, തൃശ്ശൂർ ആ ജില്ലകളിലെ കോച്ചിങ് സെൻ്ററുകളായിരുന്നു അന്ന് പേരെടുത്തിരുന്നത്. എങ്കിലും നമ്മളെപ്പോലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്ന് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഫീയും അതുപോലെ അത്രയും നമുക്ക് ഒരു അക്കാഡമിക് നിലവാരവും അന്ന് കിട്ടിയിരുന്നത് പാലാ ബ്രില്യൻറ്റിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നതും പാലാ ബ്രില്യൻ സെൻ്ററിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇത് തിരഞ്ഞെടുക്കാനും കാരണം അല്ലേ? അപ്പോൾ പേരൻസിൻ്റെ ഒരു താല്പര്യമായിരുന്നു അന്ന് അങ്ങനെ? അതെ, അന്ന് മൂലമറ്റം സെൻറ്റ് ജോസഫ്സ് കോളേജിലും പാലാ ബ്രില്യൻറ്റിൽ നിന്ന് ഇന്ന് എല്ലാ സ്കൂളുകളിലും അവരുടെ ആ ടൈപ്പ് ഉള്ളതുപോലെ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലാ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റത്ത് അന്ന് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതല്ലേ? ഓക്കെ. അപ്പോൾ അന്ന് എവിടെയായിരുന്നു നമ്മുടെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്? മാഡത്തിൻ്റെ ക്ലാസ് ഒക്കെ എവിടെയായിരുന്നു? അതെ, അന്ന് അൽഫോൻസ കോളേജിന് ഓപ്പോസിറ്റ്, അതിന് സമീപം ഉണ്ടായിരുന്ന ഒരു 3 നില കെട്ടിടത്തിലായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 3 ക്ലാസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊരു ഹാർഡ്ലി ഒരു 150 സ്റ്റുഡൻസ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് മുത്തോലിയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? വളരെയധികം സന്തോഷം തോന്നി. അതായത് ഇത്രയും ഒരു അക്കാഡമിക് നിലവാരവും അതുപോലെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള അങ്ങനെ ഒരു എൻവയോൺമെൻറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. ഇത്രയധികം വികസിച്ചു ഉയർന്നു വന്നു പാലാ ബ്രില്യൻ എന്നുള്ളതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ അഭിമാനവും. ഓക്കെ. അപ്പോൾ അന്നത്തെ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാനായിട്ടുണ്ടോ? അന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്കും അധ്യാപകരുടെ ശ്രദ്ധ കിട്ടിയിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ എക്സാമിന് തൊട്ട് മുമ്പ് എൻട്രൻസിന് മുമ്പ് വന്നപ്പോൾ തന്നെ സാറ് പറയുണ്ടായി, രശ്മി കൃഷ്ണയ്ക്ക് 99.9% മെഡിക്കൽ എൻട്രൻസ് മെറിറ്റിൽ കിട്ടുമെന്നുള്ളത്. അപ്പം അത്രയും അവർ ഓരോരുത്തർക്കും പ്രത്യേക കോച്ചിങ് തരിക, ശ്രദ്ധ കൊടുക്കുക, അതുപോലെ ആ കുട്ടികളെ അസസ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആവണം ബ്രില്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു വിജയത്തിന് പിന്നിലെ രഹസ്യം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അന്ന് പഠിപ്പിച്ച അധ്യാപകർ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർമാർ അവരെയൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ സെബാസ്റ്റ്യൻ സാർ ഉണ്ടായിരുന്നു, അന്ന് സന്തോഷ് സാറും, പിന്നെ അന്നത്തെ ടോണി സാർ. എനിക്കൊന്ന് അന്നത്തെ അധ്യാപകർ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, അന്ന് റിട്ടയർഡ് പ്രൊഫസേഴ്സ് ധാരാളം, SB കോളേജ്, അസംഷൻ, അൽഫോൻസ, അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ റിട്ടയർഡ് അധ്യാപകരും അന്നുണ്ടായിരുന്നു. അവരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പോൾ മോള് ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് തന്നെ വരാനാണോ അതോ അങ്ങനെ തീരുമാനത്തിലേക്കൊന്നും അത്രയും ആയിട്ടില്ല, ചെറിയ കുട്ടിയല്ലേ, 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സബ്ജക്റ്റ് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക, ഒന്ന് അത്രയും ബേസ് ഉറച്ചു കിട്ടുക എന്ന് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ മോളെ ഇവിടെ ചേർക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ മോളോട് സംസാരിച്ചോ? അമ്മ ഇവിടെ പഠിച്ച ആളാണ്, പൂർവ്വ വിദ്യാർത്ഥിനിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം? അതെ, പറഞ്ഞിരുന്നു. അന്നപൂർണ എന്നാണ് പേര്. തൊടുപുഴ വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിലെ 6th ഗ്രേഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാനൊന്നും നിർബന്ധിച്ചതല്ല. ആദ്യമേ മോളുടെ അഭിപ്രായം ചോദിച്ചു, പിന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കേട്ടു. അതിനുശേഷം കുട്ടി തന്നെ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നീറ്റിന് ശേഷം മാം പിന്നെ ഏത് കോളേജിലായിരുന്നു? ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തായിരുന്നു. അന്ന് എൻ്റെ റാങ്ക് 191 ആയിരുന്നു സ്റ്റേറ്റ് എൻട്രൻസിൽ. അതുകൊണ്ട് തിരുവനന്തപുരമായിരുന്നു അന്ന് ചൂസ് ചെയ്തത്. അതിനുശേഷം PG എടുത്തത്? പോസ്റ്റ് ഗ്രാജുവേഷനും ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അന്നും ഇതുപോലെ ഒത്തിരി വിദ്യാർത്ഥികൾ
ബ്രില്യൻറ്റിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ വരുന്നൊരു ഉണ്ടായിരുന്നു. അന്ന് ചെന്നപ്പോഴും എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും തൊടുപുഴ പാലാ പരിസരത്ത് നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കൂടുതൽ പേരൊന്ന് കോട്ടയം ഗവൺമെൻറ് കോളേജാണ് ചൂസ് ചെയ്തത്. ഇന്ന് അത്രയും കോളേജസ് ഇല്ല, ഗവൺമെൻറ് കോളേജസ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു 100-നുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല റാങ്കുകൾ അന്നും ബ്രില്യൻറ്റ് നേടിയിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു ആഗ്രഹം എങ്ങനെയായിരുന്നു മാമിന്? ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ, ഡോക്ടർ ആവണം ഭാവിയിൽ എന്നുള്ളൊരു, അതോ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇടുക്കി ജില്ല വിദ്യാഭ്യാസപരം എൻ്റെ ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം എന്നറിയപ്പെട്ടിരുന്ന ജില്ലയാണ്. അപ്പോൾ ഇടുക്കി ജില്ലകളിൽ നിന്നും ജനറൽ മെറിറ്റിൽ എൻട്രൻസ് എഴുതി കിട്ടുന്ന കുട്ടികൾ തുലവും കുറവായിരുന്നു. അത് അറിയാലോ, തിരുവനന്തപുരം എറണാകുളം പോലത്തെ ജില്ലകളിൽ നിന്നായിരുന്നു കൂടുതൽ കുട്ടികളും കിട്ടിയിരുന്നു. അതുപോലെ IIT JEE കിട്ടുന്നു. അപ്പോൾ അന്ന് അത് കുറവായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചതും. അതുതന്നെയാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് എൻട്രൻസ് എഴുതി ജനറൽ മെറിറ്റ് കയറുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹം, ബ്രില്യൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടും എനിക്ക് വിജയത്തിലേക്ക് നയിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ നീറ്റിനോടും അല്ലെങ്കിൽ എൻട്രൻസിനോടൊക്കെ കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു പൊതുവേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 97-ലായിരുന്നു. അപ്പോൾ അന്ന് ഒരു വർഷം തന്നെ, ഇന്നിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് മടിയില്ല, പേരൻസിന് വിടാനും ഇൻഹിബിഷൻ ഇല്ല. പക്ഷേ അന്നത്തെ കാലത്ത് അത് ഒരു വർഷം കളഞ്ഞു പഠിക്കുന്നോ കിട്ടാൻ ഉറപ്പുണ്ടോ? അന്ന് ഓർക്കണം, അന്നൊരു എനിക്ക് തോന്നുന്നു 750 സീറ്റേ അന്ന് ടോട്ടലുള്ളൂ. അതിൽ 50% ജനറൽ മെറിറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക കാരണം അന്ന് ആരും തന്നെ അങ്ങനെ കുട്ടികളെ വിട്ടിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും ഉന്നതമായ അക്കാഡമിക് നിലവാരം പുലർത്തുകയും അതുപോലെ തന്നെ പഠനത്തിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ബ്രില്യൻറ്റിലേക്ക് കുട്ടികൾ അത് ചൂസ് ചെയ്യുകയും ഇവിടെ അവർക്ക് അതിന് അനുസൃതമായൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നുള്ളതും കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പം എല്ലാ ബ്രില്യൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. അതുപോലെ മാനേജ്മെൻറ്റിന് ഹൃദയപൂർവ്വം നന്ദിയും പറയുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.